വടകരയുടെ മതേതര ചിന്തകളെ തേടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ഒന്നല്ല 1000 തെരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടി വന്നാലും തികഞ്ഞ മതേതര ബോധങ്ങളിൽ ഉറച്ചു പോരാടാനാണ് തന്റെ രാഷ്ട്രീയവും തന്റെ പ്രസ്ഥാനവും പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. എന്നാൽ തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ എതിർ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തനിക്ക് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, തെല്ലും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. കംഫർട്ടബിളായി ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അത്ഭുതപ്പെടുത്തിയൊരു കേസ്, എൻ്റെ അറിവോടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അറിവോടെ ഞാൻ ആ ചിത്രം എന്തോ മോർഫിപ്പിച്ചു എന്നുള്ളതോ. എനിക്ക് തിരിച്ചൊരു ചോദ്യം, അതിന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? എന്ത് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുക? എൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രചോദനമാവുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പുറത്ത് മത്സരിക്കുന്ന എനിക്ക് എന്താ അതിൻ്റെ മെച്ചം? അപ്പം എൻ്റെ അറിവോടോ സമ്മതത്തോടോ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇനിയൊട്ടാരും ചെയ്യാനും പോകുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഏതാണ്ട് 22 വർഷം മുമ്പാണ് ഞാൻ KSUവിൻ്റെ കൊടി പിടിക്കുന്നത്. 13 വർഷത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിൽ പ്രവർത്തിക്കുന്നു. 10-15 വർഷത്തോളമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു. നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലോ അറിവിലോ ഇതുപോലെ ആക്ഷേപകരമായിട്ടും ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ പറയണം.